ഒരു കാലത്ത് മലയാള സിനിമയിലും സീരിയലിലും സജീവമായി നിന്നിരുന്ന അഭിനേത്രിയാണ് സുമാ ജയറാം. കഴിഞ്ഞ 13 വർഷമായി അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന സുമാ ജയറാം ഇപ്പോൾ ഒരു ഭാര്യയും അമ്മയുമെല്ലാമാണ്. 2013 ആയിരുന്നു ബാല്യകാല സുഹൃത്ത് ലല്ലൂഷ് ഫിലിപ്പുമായുള്ള സുമാ ജയറാമിൻ്റെ വിവാഹം. ഇപ്പോഴിതാ ഭർത്താവിനുണ്ടായ അപകടത്തെക്കുറിച്ചും അതേ തുടർന്ന് കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും സുമാ ജയറാം വിവരിക്കുന്ന വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഭർത്താവിൽ നിന്നും സ്വത്തിൻ്റെ പവർ ഓഫ് അറ്റോർണി വാങ്ങാൻ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ശ്രമിച്ചുവെന്ന് സുമാ ജയറാം പറയുന്നു. സുമയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ജൂൺ 3 പപ്പ ഒന്ന് വീണു. പുള്ളിയുടെ അമ്മയും സഹോദരനും വന്ന് ലല്ലൂഷിനെ ആശുപത്രിയിൽ എത്തിച്ചു. അഡ്മിറ്റാണ്. കുഞ്ഞുങ്ങളെ നോക്കാൻ സഹായത്തിന് ആരുമില്ലാത്തതുകൊണ്ട് ആശുപത്രിയിൽ ലല്ലൂഷിനൊപ്പം നിന്ന് ശുശ്രൂഷിക്കുക എന്നത് ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നു. ബെഡിൽ നിന്നും വീണതാണ് ലല്ലൂഷ്. കയ്യിൽ ചതവുണ്ട്. ICUവിലാണ്. രാത്രിയിൽ ഉറക്കത്തിൽ എഴുന്നേറ്റപ്പോൾ മൂത്രമൊഴിച്ചുവെന്ന് തോന്നുന്നു. അതിൽ കാൽ വഴുതിയാണ് വീണത്. ലല്ലൂഷിന് ശരീരഭാരമുള്ളതുകൊണ്ട് എനിക്ക് തനിയെ എഴുന്നേൽപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞപ്പോൾ അവർ വന്നാണ് എഴുന്നേൽപ്പിച്ചത്. പ്രായം മാത്രമല്ല, ശരീരത്തിൻ്റെ കണ്ടീഷൻ അല്പം മോശമായതുകൊണ്ട് ഉടനടി ഓപ്പറേഷൻ സാധ്യമായിരുന്നില്ല. ഇടതു ഷോൾഡറിനാണ് ഫ്രാക്ചർ. കുട്ടികൾ ഉണ്ടായ ശേഷം ഞാനും ലല്ലൂഷും 2 മുറിയിലാണ് കിടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ ലല്ലൂഷ് വീണിരുന്നു. വിളിക്കുന്ന ശബ്ദം കേട്ട് ചെന്നപ്പോഴാണ് ലല്ലൂഷിനെ കണ്ടത്. പോലീസുകാർ വന്നിട്ട് അവർക്കും അദ്ദേഹത്തെ ഉയർത്താൻ ബുദ്ധിമുട്ടായിരുന്നു. ബൈസ്റ്റാൻഡർ ലല്ലൂഷിനെ നോക്കാൻ ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. 10 ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ ഉണ്ടാകും. അതിനുവേണ്ടി മറ്റൊരു വലിയ ആശുപത്രിയിലേക്ക് മാറ്റും. ഹോട്ടൽ വിൽപ്പനയ്ക്ക് വേണ്ടി ലല്ലൂഷിൻ്റെ പവർ ഓഫ് അറ്റോർണി വാങ്ങാൻ വേണ്ടി ലല്ലൂഷ് അഡ്മിറ്റായിരിക്കുന്ന ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ അമ്മയും സഹോദരനും ഭാര്യയുമെല്ലാം വന്നിരുന്നു. അതിൻ്റെ പേരിൽ ആശുപത്രി അധികൃതരും അവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ലല്ലൂഷിൻ്റെ ഭാര്യ ഇല്ലാത്തപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കില്ലെന്ന് അവർ അറിയിച്ചു. ലല്ലൂഷിന് ഒരുപാട് കടങ്ങളുണ്ട്. ഷെയർ വീതിച്ച് തന്നിട്ടുമില്ല. ലല്ലൂഷിൻ്റെ അച്ഛൻ സമ്പാദിച്ചതൊന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല. അതിനാൽ തന്നെ അമ്മയും സഹോദരനും വന്നു ചോദിക്കുമ്പോൾ ഹോട്ടൽ ഷെയറിൻ്റെ പവർ ഓഫ് അറ്റോർണി കൊടുക്കുക എന്നത് നല്ലതല്ല. മാത്രമല്ല, ലല്ലൂഷ് ആശുപത്രിയിലാണ്. അഡ്വക്കേറ്റിനോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, ലല്ലൂഷ് ഓപ്പറേഷൻ കഴിഞ്ഞ് വരട്ടെ എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഭാര്യയായ എൻ്റെ പേരിൽ ചെയ്യാനാണ് അഡ്വക്കേറ്റ് പറഞ്ഞത്. 2 വർഷമായി ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ് ലല്ലൂഷിൻ്റെ ഫാമിലി. പക്ഷേ ഒന്നും ശരിയായില്ല. എന്നാൽ ലല്ലൂഷ് വീണ് കഴിഞ്ഞ് 2 ദിവസത്തിനകം വാങ്ങാൻ ആളെ കിട്ടി. അതെങ്ങനെയെന്ന ചോദ്യമാണ് മനസ്സിൽ വന്നത്. ആര് വാങ്ങാൻ വന്നാലും എനിക്ക് കണ്ട് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെല്ലാം ഉള്ളതല്ലേ. വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് കടങ്ങൾ തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇത് ഞാൻ പറഞ്ഞപ്പോൾ അവിടെ വഴക്കായി എന്നും സുമാ ജയറാം പറയുന്നു. ബാലതാരമായാണ് സുമാ ജയറാം അഭിനയ രംഗത്തേക്ക് എത്തുന്നത്.